ആലപ്പുഴയിലും ദുരിതയാത്ര സമ്മാനിച്ചു വാട്ടർ അതോറിറ്റി. അഴീക്കോടൻ നീർക്കുന്നം റോഡ് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കുത്തിപ്പൊളിച്ചിട്ട് 2 വർഷം പിന്നിട്ടു. അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിലെ 15, 16, 17 വാർഡുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെത്താൻ തീരദേശവാസികൾ ആശ്രയിക്കുന്ന റോഡാണിത്. വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ പാതയിലെ യാത്ര പൂർണ്ണ ദുരിതമാണ്. ശരത് SS നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അതുവഴിയൊക്കെ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ എത്തുന്നതിന് മുമ്പ് തീരുമാനമാവുമല്ലോ അല്ലേ? ആ അവസ്ഥയാണല്ലേ റോഡിന്, ശരത്? അരുൺകുമാർ, അത് തന്നെയാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. അതായത് തൊട്ടിപ്പുറമാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ഉള്ളത്. വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ പടിഞ്ഞാറ് വശത്തുള്ള റോഡിന്റെ അവസ്ഥ ഒരുപക്ഷെ ഞാൻ പറയുന്നതിനപ്പുറം നേരിട്ട് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും. ഇന്നലെ ഒരു ചാറ്റൽ മഴ പെയ്തതിന്റെ അവസ്ഥയാണ്. അതായത് റോഡിൽ ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നു. അപ്പം ഈ റോഡ് കഴിഞ്ഞ 2 വർഷമായി ഇങ്ങനെ കുണ്ടും കുഴിയുമായി യാതൊരു തരത്തിലും ആളുകൾക്കൊന്നും തന്നെ പോകാൻ അത്ര എളുപ്പമല്ല, പ്രയാസകരമായ രീതിയിൽ യാത്ര നടത്തേണ്ട അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ദിനംപ്രതി ഇതുവഴി കടന്നു പോകുന്നതാണ്. ഇപ്പോൾ തൊട്ടിപ്പുറത്തോടെ സ്കൂൾ ബസ് ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ദിനംപ്രതി യാത്ര ചെയ്യുന്ന ഈ ഭാഗത്ത് ഇതുവരെ ഈ റോഡിന്റെ പുനഃസ്ഥാപനം നടന്നിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഒന്നടങ്കം ഒരു ആശങ്കയായി മുന്നോട്ട് വെക്കുന്നത്. നമുക്കിപ്പം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം മേയർ കണ്ണൻ ഉൾപ്പെടെ ചേരുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ നിലവിലെ അവസ്ഥ? വളരെ നാളായി നമ്മുടെ റോഡ് കുടിവെള്ള പദ്ധതിയുടെ പേരിൽ BMBC നിലവാരത്തിൽ ചെയ്ത പുതിയ റോഡുകളാണ് ആ സമയത്ത് തന്നെ വെട്ടിപ്പൊളിച്ചത്. 2 കൊല്ലത്തിലേറെയായി നാട്ടുകാർ വളരെ യാതനയിലാണ്. ഉത്തരവാദിത്തപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലെല്ലാം പരാതി പറഞ്ഞിട്ടും ഇതുവരെ ഇതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് എത്രയോ ആളുകളാണ്, തീരദേശവാസികൾ മറ്റിടങ്ങളിൽ നിന്ന് ആളുകളും ഈ റോഡിനെ ആശ്രയിച്ച് പോകുമ്പോൾ അത് തകർന്നിട്ട് അത് നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരികളും ഇവിടെയില്ല. ഞങ്ങൾ ജനങ്ങൾ എന്നുള്ള നിലയിൽ, പഴയ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ അവലാതി പറഞ്ഞ് പലയിടത്ത് കയറി ഇറങ്ങിയിട്ടും ഇതിന് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാനായിട്ട് നാട്ടുകാർ ഒന്നടങ്കം നിൽക്കുകയാണ്. അതിന് കക്ഷി രാഷ്ട്രീയമോ ജാതിമതമോ ഇതൊന്നുമില്ല. ഇതിനാവശ്യപ്പെടുന്ന മുഴുവൻ ആളുകൾ വീഴുന്നൊക്കെ അവസ്ഥയുണ്ടായി. തീർച്ചയായും ഒരുപാട് സ്കൂട്ടർ യാത്രികൾ ഇവിടെ വീണ് പരിക്കുപറ്റിയിട്ടുണ്ട്. കാരണം വളരെ ദുരിതമാണ് ഈ യാത്രയിലൂടെ. കാരണം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വളരെയധികം ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ളൊരു ഇവിടെ പരിക്കുപറ്റി സംഭവിച്ച ഏരിയയാണത്. അപ്പൂപ്പനും കൂടെ ഉണ്ട് ഇവിടെ. എങ്ങനെ ഇതുവഴിയൊക്കെ കടന്നു പോകാൻ പ്രയാസമാണ്? വളരെ പ്രയാസമാണ്. നമ്മൾ തൊട്ട് അടുത്ത മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരികയില്ല. പല കുട്ടികളും ഇവിടെ ബൈക്കുമായിട്ട് ഇവിടെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വണ്ടി അസമയത്ത് വിളിച്ചാൽ പോലും വരികയില്ല. കാരണം വെച്ചാൽ കിഴക്ക് പടിഞ്ഞാറ് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ കള്ളം പറയുന്നല്ലേ, ഇന്ന് നോക്കിക്കേ ആ അവസ്ഥയിൽ. ഇവിടുത്തെ അവസ്ഥ അതായത് ഇത് 2 വർഷമായി ഈ ദുരിതയാതന ഇവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രി സേവനങ്ങൾക്ക് പോലും പോകാൻ കഴിയാതെ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതൊന്ന് അഴീക്കോടൻ നീർക്കുന്നം റോഡും ഒപ്പം തീരദേശത്തേക്കുള്ള ഈ റോഡുമാണ് ഇങ്ങനെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സമയത്ത് ഈ റോഡ് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ തുടങ്ങുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. പക്ഷേ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് പലതവണ ഇങ്ങനെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ്. മനുഷ്യരുടെ ജീവൻ തന്നെ വെച്ചാണ് ഈ വാട്ടർ അതോറിറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത്.